മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി ദേശീയ ബാലികാ ദിനം സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി ദേശീയ ബാലികാ ദിനം സംഘടിപ്പിച്ചു. പാവുക്കര കരയോഗം UP സ്കൂളിൽ CDS ചെയർപേഴ്സൺ ഗീത ഹരിദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബാലികാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാലികാ ദിനത്തിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് ബാലികാ ദിനം? നമ്മളുടെ കുട്ടികളിലെ പോഷകാഹാരക്കുറവിന്റെ അത് മനസ്സിലാക്കുക, പോഷകാഹാരം, നല്ല ആഹാരം, അതുപോലെ സ്വാതന്ത്ര്യം, നമുക്ക് സ്വതന്ത്രമായി പറക്കണം, അല്ലേ? നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക, അല്ലെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെയുള്ളതാണ് ബാലികാ ദിനം കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങളിവിടെ ഒരു നാടകമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അവളുടെ പറക്കട്ടെ, അല്ലേ? ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്, അല്ലേ? നമ്മൾ പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിലും പക്ഷെ രണ്ടുപേരും ഒരു പുസ്തകത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പേജിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പോലെ തന്നെയാണ് സ്ത്രീയും പുരുഷനും, അല്ലേ? അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പേപ്പറിൻ്റെ രണ്ട് വശങ്ങളാണ്. ആണില്ലാതെ പെണ്ണില്ല, പെണ്ണില്ലാതെ ആണുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മൾ പരസ്പര ബഹുമാനം, പരസ്പര വിശ്വാസം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പോഴും നമ്മൾ പറയുന്നതാണ്, അസമത്വങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്, ലിംഗവിവേചനങ്ങൾ ഇപ്പോഴും നമുക്ക് ആ ഒരു വേർതിരിവുണ്ട്. അതൊക്കെ നമുക്ക് മാറണം. ജെൻഡർ ക്ലബ്ബ് അതിനായിട്ടാണ് നമ്മുടെ ഈ കരയോഗം സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പുറകിലേക്ക് സഞ്ചരിക്കാം. ജെൻഡർ ക്ലബ്ബ് തുടങ്ങണം എന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ട് 2 വർഷം കൊണ്ട് നമ്മളതിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഇപ്പോൾ മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മളത് കൊണ്ടുവരണം. എസ്പെഷ്യലി നമ്മൾ പുലിയൂർ പഞ്ചായത്തിൽ ഇത് വളരെ സക്സസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ ടീച്ചറിനെ പരിചയപ്പെട്ട സമയത്ത് എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ കരയോഗം സ്കൂളിന് വേണ്ടിയിട്ടും കൂടെ പ്രാവർത്തികമാക്കണം എന്ന് വിചാരിച്ച സമയത്താണ്. ഇതൊറ്റയ്ക്ക് ഒരു ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഒരു HMനോ ഒരു ടീച്ചർക്ക് ഒന്നും വിചാരിച്ചാൽ, ഒരു കൗൺസിലർക്ക് മാത്രമായിട്ട് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ കുറേ ആശയങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ചെയ്തു തീർക്കാൻ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അപ്പം നമ്മളോടൊപ്പം നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്കും ഒരുപാട് ആശയങ്ങളുണ്ട്. ഇത് നമുക്ക് സമൂഹത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഓരോ ഇടങ്ങളും ഉണ്ടാക്കണം. അധ്യാപകൻ ഗീവർഗീസ് യോഗത്തിൽ ബാലികാ ദിന സന്ദേശം നൽകി. നമ്മൾ അനുഭവിക്കുന്ന പലതരമുള്ള പ്രതിസന്ധികൾ നമുക്കറിയാമല്ലോ. നമ്മുടെ ലിംഗവിവേചനത്തിനെതിരെ, അതായത് അതിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ളതാണ് ദേശീയ ബാലികാ ദിനം നമ്മൾ ആചരിക്കുന്നത്. 1966 ഇന്ദിരാഗാന്ധി ആദ്യമായി വനിതാ പ്രധാനമന്ത്രി ആയതിൻ്റെ ഓർമ്മ ദിവസമാണ് നമ്മൾ ബാലികാ ദിനം ആചരിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കണം. കുട്ടികളിലെ പോഷകാഹാരക്കുറവും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ അഞ്ജന V. പിള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഏത് ഭക്ഷണം കഴിക്കണം, അല്ലെ? നിങ്ങൾ എല്ലാരും ഭക്ഷണം കഴിക്കും. ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി വളരുവോ? ഇല്ല. അപ്പൊ കുരുടിച്ചു പോവും നിങ്ങളെല്ലാം, അല്ലെ? അപ്പൊ ഏത് ഭക്ഷണം കഴിക്കണം? ബാലൻസ്ഡ് ഫുഡ് കഴിക്കണം, അല്ലെ? ബാലൻസ്ഡ് ഡയറ്റ് ശ്രദ്ധിക്കണം, കേട്ടോ? അപ്പം എന്തൊക്കെയാ ബാലൻസ്ഡ് ഡയറ്റ് വരുന്നത്? പഠിക്കാനില്ലേ? ആഹാരം. അപ്പൊ എന്തൊക്കെയാ അതിനകത്ത് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അല്ലേ? അധ്യാപകരായ രാജശ്രീ, ആശ P, സുജിത KS, സൗമ്യ S എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾ, ജെൻഡർ ക്ലബ്ബ് അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് പ്രധാന അധ്യാപിക സന്ധ്യ K. പിള്ള സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് അനിപ്രഭ കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് കരയോഗം സ്കൂൾ പ്രധാന അധ്യാപിക സന്ധ്യ K. പിള്ള രചിച്ച സീഡ് ക്ലബ്ബ് അംഗങ്ങളും ജെൻഡർ ക്ലബ്ബ് അംഗങ്ങളും സംയുക്തമായി അവൾ പറക്കട്ടെ ഒപ്പം അവനും എന്ന തെരുവ് നാടകം അവതരിപ്പിച്ചു.
CDNet ന്യൂസ് മന്നാർ.